എൻ്റെ പേര് വിപിൻ, തിരുവല്ലയാണ് സ്വദേശം. ഞാൻ കാലിഫോർണിയയിൽ വർക്ക് ചെയ്യുന്നു. കുറേ നാളുകളായി നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ കയറി താമസിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇൻറ്റീരിയറിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ കോൺട്രാക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേരുമായിട്ട് നമ്മളൊരു കോട്ട് എടുത്തു, അന്വേഷിച്ചു. അങ്ങനെ പലരും പല റേറ്റ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നതാണ്. അങ്ങനെ അന്വേഷിച്ചാണ് ഫൈനലി നമ്മുടെ വീട് പണിത കോൺട്രാക്ടർ ബ്ലൂ ഡേയ്സ് ഇൻറ്റീരിയറിനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഷാഹിദിനെ കോൺടാക്ട് ചെയ്യുന്നു. 6 മാസം കൊണ്ട് ഇതിൻ്റെ പണികളെല്ലാം തന്നെ തീർന്നു. വളരെ വേഗത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലീവ് എടുത്തിട്ടാണ് ഈ പണികളെല്ലാം തുടങ്ങിയത്. ആ സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി. പിന്നെ ഷാഹിദിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഒരു 1.5 മാസം അല്ല 2 മാസം മാക്സിമം അതിനുള്ളിൽ തന്നെ തീർത്ത് തരണമെന്ന് സംസാരിച്ചു. പിന്നെ ഒരു പ്ലാൻ എല്ലാം വരച്ച് എനിക്ക് വാട്സപ്പ് ചെയ്യും. അത് നമുക്ക് ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു ഡ്രോയിങ് ഫിനിഷ് ചെയ്യാൻ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ഒരു 1 മന്ത് എന്ന് പറയാം. ഒരു 1 മന്ത് എടുത്തു. അതിന് ശേഷമാണ് അപ്പം നമ്മുടെ മനസ്സിൽ അപ്പം വേറൊരാൾ വരയ്ക്കുന്നതായിരിക്കത്തില്ല നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അവർ വരച്ച് തരും. നമുക്ക് അതിൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എല്ലാം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് സാമ്പിൾ ഒരു പേപ്പറിൽ വരച്ചു കൊടുത്താൽ പോലും ആ രീതിയിൽ അവർ ഫുള്ള് ഡിസൈൻ ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകുന്നതും വരെ അത് ചെയ്തു. പിന്നീട് ഫൈനലി കൺഫേം ചെയ്തു. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വളരെ വേഗം തന്നെ ഒരു 1.5 മാസത്തിനകം തന്നെ ഇതിൻ്റെ വർക്ക് എല്ലാം തന്നെ തീർന്നിരുന്നു. ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നു. ഇപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്തു തരണമെന്നില്ല. കാരണം അവർ ശരിക്കും നമുക്ക് വേണ്ടി മെനക്കെട്ടു. കാരണം ഈ ഒരു ഡ്രോയിങ്ങിന് ശരിക്കും നമ്മൾ പല കാര്യങ്ങളും ഒരു റൂമിന് ഒരു 3 ദിവസം 4 ദിവസം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോളിൻ്റെ പാർട്ടീഷൻ അത് ആദ്യം വരച്ച് തന്നത് ഒരു ഡിസൈന് ഫുള്ളി കവർ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പകുതി വരെ കാണാത്ത രീതിയിലും ബാക്കി അങ്ങോട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്പുറത്ത് നിൽക്കുന്നൊരു നമ്മുടെ ഫോർമൽ ലിവിങ് റൂമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രീതിയിൽ ചെയ്യണമെന്നായിരുന്നു. അതൊരു 2-3 ഡ്രോയിങ്ങിന് ശേഷം അവർ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ വരച്ച് തന്നു. അതിവിടെ നമുക്ക് പലരും വന്ന് അഭിപ്രായവും പറഞ്ഞു. അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കോമൺ വാഷ് ഏരിയ അത് ഒരുപാട് പേര് ഇവിടെ കയറി താമസത്തിന് വന്ന സമയത്ത് അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ് വാഷ് ഏരിയ, കോമൺ വാഷ് ഏരിയ. പിന്നെ കിച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു വൈറ്റ് തീം മതിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈവൻ നമ്മുടെ കൗണ്ടർ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കളർ തീം എന്തുണ്ടോ അതേ രീതിയിൽ പറഞ്ഞു. ആ രീതിയിൽ തന്നെയുള്ളൊരു ഡിസൈൻ അവർ ചെയ്തു തന്നു.
ബെഡ്റൂം, നമുക്കൊരു ലിവിങ് റൂം, ഫോർമൽ, കാഷ്വൽ, അങ്ങനെ പിന്നെ കോർട്ട്യാർഡ് എല്ലാമാണ്. അപ്പം ബെഡ്റൂമിൻ്റെ കാര്യത്തിലും ഓരോ റൂമിനും ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ വേണമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഈവൻ വാൾപേപ്പർ ആണെങ്കിലും അതിൻ്റെ പാനലിങ്, സീലിങ് എല്ലാം വേറെ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കോർട്ട്യാർഡ്. അതും നമ്മുടെ മനസ്സിൽ ആദ്യമേ നമുക്ക് ഈ വീട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു തരിക, അല്ലെങ്കിൽ അത് ആ ഡിസൈനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞു, അവരത് വളരെ അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. ഡേയ്സിൻ്റെ വർക്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു വീട് ഒന്ന് റെഡിയാക്കി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അതിലെന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പിന്നീട് പണിത് കഴിയുമ്പോഴാണ് നമുക്കതൊരു വളരെ വിഷമമാകുന്നൊരു കാര്യം. എനിവേ ഓവറോൾ ഒരു 100% സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ എല്ലാവരും തന്നെ.